ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മലയാളത്തിലെ 6ാമത്തെ യൂണിറ്റ് മാനത്തോളം എന്നുള്ള യൂണിറ്റിലെ അവസാനത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ക്ലാസ്. നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ, നമ്മുടെ മലയാളത്തിലെ അവസാനത്തെ പാഠം മായാജാലം എന്ന കവിതയാണ്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ഇതാണ് നമ്മുടെ മായാജാലം എന്നുള്ള കവിത. ചില മായാജാലങ്ങൾ നാം ചെയ്തല്ലോ. നമ്മുടെ ഫസ്റ്റത്തെ പാഠത്തിൽ നമ്മൾ പറഞ്ഞു അല്ലെ, മായാജാലങ്ങളെ കുറിച്ച്, മാജിക്കിനെ കുറിച്ചിട്ട്. പ്രകൃതിയിലും ഇത്തരം മായാജാലങ്ങളുണ്ട്. അത്ഭുതകരമായ ഒരു മായാജാലത്തെ പറ്റി വായിക്കൂ. അപ്പൊ ഈ കവിത എഴുതിയിരിക്കുന്നത് ആരാണ്? കടവനാട് കുട്ടിക്കൃഷ്ണൻ. കവി കടവനാട് കുട്ടിക്കൃഷ്ണനാണ്. അദ്ദേഹത്തെ വഴിമുത്ത് എന്നുള്ള കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള ചെറിയൊരു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ള മായാജാലം. നമുക്ക് ആദ്യം ഒരു തവണ വായിച്ചു നോക്കാം. എന്റെ കയ്യിൽ എന്തിരിപ്പു? ചെമ്പരത്തി ചോദിച്ചു. നിന്റെ കയ്യിൽ ഒന്നുമില്ല, ഇന്നലെ നാം വാദിച്ചു. ഇന്നു കൈ തുറന്നു കാട്ടി നമ്മളെല്ലാം നാണിച്ചു. എന്തു നല്ല പട്ടുറുമാൽ ഒന്നു മുത്താൻ മോഹിച്ചു. അപ്പൊ എന്താണ് ചെമ്പരത്തി ചോദിക്കുന്നത്? ചെമ്പരത്തി പൂ എല്ലാരും കണ്ടിട്ടില്ലേ? ചെമ്പരത്തി എന്താ ചോദിക്കുന്നത്? എന്റെ കയ്യിൽ എന്തിരിപ്പു? എന്തിരിപ്പു ചോദിച്ചാൽ എന്താണ്? എന്റെ കയ്യിൽ എന്താണുള്ളത് എന്ന് ചെമ്പരത്തി ചോദിക്കുകയാണ്. അപ്പൊ നിന്റെ കയ്യിൽ ഒന്നുമില്ല, ഇന്നലെ നാം വാദിച്ചു. വാദിച്ചു എന്ന് വെച്ചാൽ എന്താ? തർക്കിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇന്നലെ തർക്കിച്ചു. നിന്റെ കയ്യിൽ ഒന്നുമില്ല, കാരണം അതൊരു പൂ വിടർന്നിട്ടുണ്ടായിരുന്നില്ല, അതൊരു മൊട്ടായിരുന്നു അല്ലെ, ചെറിയൊരു മൊട്ടായിരുന്നു. അപ്പൊ അതിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്റെ കയ്യിൽ എന്തിരിപ്പു എന്ന് ചോദിക്കുന്ന സമയത്ത് ആ പൂ ഒരു മൊട്ടായിരുന്നു. അതെന്ത് ചെയ്തു? പൂ വിടർന്നു. ഇന്ന് കൈ തുറന്നു കാട്ടി. കൈ തുറന്നു കാട്ടിയെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇന്ന് പൂ വിടർന്നു, നമ്മളെല്ലാം നാണിച്ചു. എന്തു നല്ല പട്ടുറുമാൽ ഒന്ന് മുത്താൻ മോഹിച്ചു. പട്ടുറുമാൽ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? പൂവിന്റെ ഇതളാണ്. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഇതളുകൾ. ആ ഇതളുകള് ഒന്ന് മുത്താൻ മോഹിച്ചു എന്ന് കവി പറയുകയാണ്. കവിത താളത്തിൽ ചൊല്ലൂ. കവിതയ്ക്ക് താളം ഇട്ട് കൊടുത്ത് കവിത താളത്തിൽ ചൊല്ലുക, ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുക. ഇതുപോലെ നമുക്ക് ചുറ്റും മറ്റെന്തെല്ലാം അത്ഭുതങ്ങളുണ്ട് ചർച്ച ചെയ്യൂ. അപ്പൊ ഇതുപോലെ എന്തൊക്കെ അത്ഭുതങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്? അതാണ് ഇവിടെ ചോദിക്കുന്നത്. എന്തൊക്കെയാ? സൂര്യൻ നോക്കി വിരിയുന്ന സൂര്യകാന്തി പൂവ്, ആകാശത്ത് തെളിയുന്ന 7 നിറങ്ങളോട് കൂടിയ മഴവില്ല്, 100-ലധികം ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന പൂച്ച, തൊട്ടാൽ വാടുന്ന തൊട്ടാവാടി ചെടി, ആകാശം തൊട്ടുകൊണ്ട് പറക്കാൻ കഴിയുന്ന പക്ഷികൾ, വെള്ളത്തിലും കരയിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന തവള, രാത്രിയിൽ ആകാശത്ത് തെളിയുന്ന നക്ഷത്രങ്ങൾ. ഇതെല്ലാം തന്നെ എന്താണ്? നമുക്ക് ചുറ്റുമുള്ള അത്ഭുതങ്ങളല്ലേ? ഒരുപാടുണ്ടല്ലേ? ഇതിന്റെ കൂടെ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് അറിയുന്ന മറ്റ് അത്ഭുതങ്ങളും കൂടെ എന്ത് ചെയ്യുക? എഴുതി ചേർക്കുക. അടുത്ത ചോദ്യം, കണ്ടെത്തിയ അത്ഭുതങ്ങളെ കുറിച്ച് എഴുതൂ. കവിതയോ കഥയോ വിവരണമോ എന്തുമാവാം. അപ്പൊ എന്ത് ചെയ്തില്ലേ? നമ്മൾ കുറെ അത്ഭുതങ്ങളെ കുറിച്ച് എഴുതിയില്ലേ? അപ്പൊ അത് വെച്ചിട്ട് ഒരു കവിതയോ കഥയോ വിവരണമോ തയ്യാറാക്കുക. നമ്മളുടെ സൂര്യകാന്തി പൂവിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. വിവരണമാണ്. സൂര്യകാന്തി ഏറ്റവും വിശേഷമായ ഒരു പൂവാണ്. സൂര്യന് അഭിമുഖമായി മാത്രമേ അത് വിരിയാറുള്ളൂ. സൂര്യന്റെ ചലനത്തെ അടിസ്ഥാനമാക്കി ചലനം കാണിക്കാനുള്ള കഴിവാണ് ഈ പൂവിനെ വ്യത്യസ്തമാക്കുന്നത്. സൂര്യോദയ സമയത്ത് വിരിഞ്ഞു നിൽക്കുകയും പൂന്തോട്ടങ്ങളെ മനോഹരമാക്കുകയും ചെയ്യുന്നു. സൂര്യകാന്തി പൂവിൽ നിന്ന് വിത്തുകൾ എടുത്ത് എണ്ണ ഉൽപാദനവും നടക്കുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് ഈ പാഠത്തിലെ ചോദ്യോത്തരങ്ങൾ. നമ്മുടെ 6ാമത്തെ യൂണിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ മലയാളത്തിലെ എല്ലാ ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിന്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാ ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സുകളും കാണുക. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.